മനുഷ്യജീവിതത്തിന്റെ പ്രയോജനത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ചാണക്യൻ. അദ്ദേഹത്തിന്റെ അറിവും അനുഭവങ്ങളും ചാണക്യനീതി എന്ന പേരിൽ ഒരു നയമാക്കി മാറ്റിയിട്ടുണ്ട്. ചാണക്യന്റെ ഈ നയത്തിൽ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്തും ചാണക്യനീതി വളരെ പ്രസക്തമാണ്. ഈ നയങ്ങൾ ജീവിതത്തിൽ ശരിയായി പിന്തുടരുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചാണക്യനീതി ശാസ്ത്രത്തിൽ സ്ത്രീകളുടെ ഏറ്റവും അപകടകരമായ ചില സ്വഭാവങ്ങൾ ചാണക്യൻ പരിഗണിച്ചിട്ടുണ്ട്. സദാചാരിയായ സ്ത്രീയുള്ള വീട് ആ വീട് സ്വർഗം പോലെയാക്കുമെന്ന് ചാണക്യ നയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ എപ്പോഴും അകറ്റി നിർത്തേണ്ട ദോഷ സ്വഭാവം എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. ഒന്നാമതായി അഹംഭാവം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഈഗോ. ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ അഹങ്കാരം ഒഴിവാക്കണം. അഹംഭാവമുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്നും സന്തോഷവും ഐശ്വര്യവും പതുക്കെ നശിച്ചു തുടങ്ങുന്നു. അത്തരക്കാരുടെ വീട്ടിൽ ലക്ഷ്മി ദേവി വസിക്കില്ല. അതുകൊണ്ടാണ് ചാണക്യൻ സ്ത്രീകൾക്ക് അഹംഭാവം അത്യന്തം അപകടകരമാണെന്ന് വിശേഷിപ്പിച്ചത്. രണ്ടാമതായി അറിവില്ലായ്മ. അറിവില്ലായ്മ ഒരു സ്ത്രീക്ക് ചേർന്ന സ്വഭാവമല്ല. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീക്ക് അറിവുണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം സമൂഹം കെട്ടിപ്പടുത്തുന്നതിൽ സ്ത്രീകളുടെ പങ്ക് വളരെ പ്രധാനമായി കണക്കാക്കപ്പെടുന്നു. വിദ്യാഭ്യാസവും അറിവുമുള്ള ഒരു സ്ത്രീ ഈ സമൂഹത്തിന് പുതിയ ദിശാബോധം നൽകുന്നു. വിദ്യാഭ്യാസവും അറിവുമുള്ള ഒരു സ്ത്രീ വീടിനെ സ്വർഗമാക്കുന്നു. മറുവശത്ത് അറിവില്ലാത്ത സ്ത്രീക്ക് തനിക്കോ മറ്റുള്ളവർക്കോ വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മൂന്നാമതായി അത്യാഗ്രഹം. ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ അത്യാഗ്രഹത്തിൽ നിന്നും അകന്നു നിൽക്കണം. ഈ സ്വഭാവം ഒരു സ്ത്രീയുടെ കുടുംബത്തെ നശിപ്പിക്കുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീക്ക് അത്യാഗ്രഹവും ഉണ്ടാകുമ്പോൾ അവൾ വീട്ടിന്റെ സന്തോഷവും സമാധാനവും നശിപ്പിക്കാൻ തുടങ്ങുന്നു. അത്യാഗ്രഹം മൂലം കുടുംബത്തിൽ അസ്ഥിരതയുണ്ടാകുന്നു. നാലാമതായി കള്ളത്തരം. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭൂരിഭാഗം സ്ത്രീകൾക്കും കള്ളം പറയുന്ന സ്വഭാവമുണ്ട്. കള്ളം പറയുന്നതോ വഞ്ചിക്കുന്നതോ മാത്രമല്ല, മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നതും ഒരു ദുശീലമാണ്. ഈ ശീലങ്ങൾ ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കും. ഈ സ്ത്രീകൾക്ക് മറ്റുള്ളവരിൽ നിന്നും ബഹുമാനവും ലഭിക്കുകയില്ല. അഞ്ചാമതായി ദേഷ്യം. കോപം കാണിക്കുന്നത് സ്ത്രീകളുടെ ഒരു ശീലമാണ്. എന്നാൽ എല്ലാ കാര്യത്തിലും കോപം കാണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ കാര്യം മനസ്സിൽ വയ്ക്കുക. എല്ലാ കാര്യത്തിലും തന്ത്രങ്ങൾ കാണിക്കുന്നത് നിർത്തുക. കാരണം മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ നിങ്ങളോട് വളരെ ദേഷ്യം തോന്നുകയും അതിന്റെ ദൂഷ്യഫലങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നു. ആറാമതായി സ്വാർത്ഥത. ഒരു സ്ത്രീ തന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല മുഴുവൻ കുടുംബാംഗങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ജീവിക്കണം. എന്നാൽ എല്ലാ വീടുകളിലും ഇത് നടക്കുന്നില്ല. ചില സ്ത്രീകൾക്ക് ഈ ഉത്തരവാദിത്തം നിറവേറ്റാൻ പ്രയാസമാണ്. ചിലർ പണം, വസ്തുവകകൾ എന്നിവയുടെ കാര്യത്തിൽ കൂടുതൽ സ്വാർത്ഥത കാണിക്കുന്നു. സ്ത്രീകളുടെ ഇത്തരം സ്വഭാവം അവരെ കഷ്ടത്തിലാക്കും. ഏഴാമതായി എടുത്തുചാട്ടം. ഓരോ സ്ത്രീയും കുടുംബത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കുടുംബത്തിന്റെ സന്തോഷത്തിനും അഭിമാനത്തിനും വേണ്ടി ഏത് തീരുമാനവും എടുക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീ ശരിയായി ചിന്തിക്കണം. അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ എന്തിനും തലയാട്ടുന്ന സ്വഭാവം സ്ത്രീകൾക്കുണ്ട്. ഇത് തെറ്റാണെന്ന് ചാണക്യൻ പറയുന്നു. കൂടുതൽ അറിവുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.